ഹലോ അപ്പു, എപ്പോഴും ഇറങ്ങും? ഇല്ല, ഇന്ന് തന്നെ പോയേ പറ്റൂ. ഇന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. നാളെ രാവിലെ വാപ്പ ഇവിടെ എത്തും. എത്തിക്കഴിഞ്ഞ് മറ്റേനാൾ പയ്യൻ കാണാൻ വരുക. ഇല്ല അപ്പു, ഒന്നും കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഡ്രസ്സൊക്കെ ഒന്നും എടുത്തിട്ടില്ല. ഉമ്മച്ചി ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ള അപ്പു. ഡോറെല്ലാം ലോക്ക് ചെയ്ത് ചാവി ഉമ്മയുടെ കയ്യിലിരിക്കുക. ഞാൻ വരാം, ഞാൻ എങ്ങനെയെങ്കിലും വന്നിരിക്കും. പെട്ടെന്ന് റെഡിയായിട്ട് എന്നെ വിളിക്കേ. ഓക്കെ. ഷംന, ഞാനിവിടെ പോയി മോൻ വിളിച്ച് ചോദിച്ചാലോ വാപ്പ ഒന്ന് വിളിച്ചാലോ എന്നൊന്നും പറയില്ല ഷംന. ഈ ഒരു കാര്യം നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. നീ പറഞ്ഞു കൊടുക്കില്ലേ ഞാൻ അപ്പൻ്റെ കൂടെ പോയതാണെന്ന്? പറ്റില്ല ഷംന, എനിക്കിനി വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല ഷംന. ഞാൻ കുറേ നേരത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. ഒരു 1 hour കഴിഞ്ഞ് എന്നെ വിളിക്കും. ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വിളിക്കാം നിന്നെ കേട്ടോ. ഫോൺ എടുക്കണേ. ശരി, ഓക്കെ. ഉമ്മ, ഞാൻ അപ്പുറത്ത് പോയി കിടക്കട്ടെ? മര്യാദയ്ക്ക് ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി കിടന്നു. മജ്ജി അങ്ങോട്ട് നീങ്ങണമോ? ഒന്ന് വെക്ക്, ഒന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ടൊന്ന് ഇറങ്ങി.
പെട്ടെന്ന് വണ്ടി നിൽക്കുന്നില്ലടാ. എടുത്തോ? ഫോണിൽ ഗൂഗിൾ പേ എനിക്ക് ടെൻഷൻ തമാശ വിടും. അപ്പൂന് എല്ലാം ടെൻഷനോ പടക്കാന്നിരിക്കുന്നു. വണ്ടി കളിക്കാൻ പോകും. എനിക്ക് തമാശ കൊണ്ടുപോവാ സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ തമാശ കളിക്കരുത്. എപ്പോഴും നിനക്കൊരു തമാശ. കൊണ്ടുപോവാ നിന്നെ ഈ പൂഞ്ചുവത്തിൽ ഒരു വണ്ടി വരുന്നില്ലല്ലോ. പള്ളി ഇപ്പൊ വരടി സമയത്തോടെ എന്തൊരു വണ്ടി വരുന്നില്ല. മറ്റേ രമേശിനെ വിളിച്ചായിരുന്നോ? രമേശിനെ മഹേഷിനെയൊക്കെ വിളിച്ചാൽ ഇവറേജിലവിടെ വിചാരിക്കണം ചിലവല്ലേ ഇല്ല ആരും കാണാൻ എറണാകുളം വണ്ടി ഇപ്പൊ 4:30. 2:45 എനിക്ക് തമാശ കളിക്കാതെ എപ്പോഴും തമാശ മര്യാദ ചാടി മറയാൻ പറ്റുള്ളൂ. നീ കൈ പിടി. ഞങ്ങൾക്ക് പോകുന്നിടത്ത് ഒരു അമ്പലം ഉണ്ട്. അവിടെ നിർത്തണം. അതെ, ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചടങ്ങ് നടക്കണം. അമ്പലത്തിൽ കയറി എല്ലാരും ഇപ്പൊ തിരക്കി വരും. അതിന് മുന്നേ പെട്ടെന്നാവട്ടെ. എത്ര കിലോമീറ്റർ ഉണ്ട്? ഇപ്പൊ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റുമോ? നെടുമങ്ങാട് എന്തോ ഏകദേശം മഴയൊക്കെ ഉണ്ടോ? ഓ ഉച്ചയ്ക്ക് പെയ്തായിരുന്നു. പിന്നെ സന്ധ്യയ്ക്കൊന്ന് ജസ്റ്റ് ചാറി. ബ്ലോക്ക് ഉണ്ടോ പോണ വഴിക്ക്? ഇല്ല, ഇപ്പൊ രാത്രിയല്ലേ ബ്രോ ബ്ലോക്ക് വരും. ഹോട്ടൽ
ഡോമെട്രി ഉണ്ട്, AC ഇടുന്നു, നോർമൽ ഇടുന്നുണ്ട്. നോർമലിനാണ് 800 റേഞ്ച് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. മൊത്തത്തിൽ ടെൻഷനാ. വാപ്പ നാളെ ഗൾഫിൽ നിന്ന് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണാൻ പറ്റില്ല. ഇത്രയും പെട്ടെന്നായിരുന്നു പോണത്. ഓക്കെ ഓക്കെ. ഇപ്പൊ 60 നമുക്ക് ജസ്റ്റ് 100ലേക്ക് ഒന്ന് വിട്ട് കയറി പോകും. വേണ്ട സാർ, പതുക്കെ പോയാൽ മതി. ടെൻഷൻ വേണ്ട, പെട്ടെന്ന് എത്തണ്ടാവും. ടെൻഷൻ വേണ്ട. ഇല്ലെങ്കിൽ ആ കോളൊക്കെ വിളിച്ച് നാട്ടിലെല്ലാം കൂടെ ഏണിയാക്കി വെച്ച് റോഡ് പെട്ടെന്ന് അമ്പലത്തിൽ പോയിരുന്നു. അമ്പലം അടുത്ത് എവിടെ ഉണ്ട്? അയ്യങ്കാല മഠം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ അറിയില്ല. ഇവിടെ പരുത്തിപ്പള്ളി എന്ന് പറഞ്ഞ പറ്റി സ്ഥലത്തുണ്ട്. ദേവങ്കോട് പെട്ടെന്ന് ഉമ്മച്ചോണെന്ന് ആകെ പ്രശ്നമാവും. എല്ലാരും ഇപ്പൊ 4 ഭാഗത്തും തിരക്കും. ആ, ഇതാണെന്ന് തോന്നുന്നു. പോയിരുന്ന് വളച്ചിട്ട് വരാം. വളച്ചിട്ട് ശിവ ടെമ്പിൾ, പള്ളി. വണ്ടി അങ്ങ് കൊണ്ടിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിക്കും സാർ. ഇല്ല ഇല്ല ഇല്ല, നമുക്ക് തിരിച്ച് കുറച്ച് കണ്ടോട്ട് നിർത്താം. ഇല്ല, ഇവിടെ ഇട്ടാ മതി സാർ. മതിയാവും. പെട്ടെന്നാവട്ടെ. പെട്ടെന്നാവട്ടെ. അപ്പൊ ഇറങ്ങാം. നമുക്ക് അമ്പലത്തിൽ കയറാം. അവരിപ്പോ പോലീസ് അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാനോ? നല്ല തോട് നല്ല രാവിലെ കുളിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന്. നല്ല പുഴ. എന്റെ ഇഷ്ടം. വന്ന വണ്ടിയും പോയി കളഞ്ഞ് നമ്മൾ ഇനി എന്തെല്ലാം പോകും? നീ പറ. വണ്ടി എവിടെ ഉണ്ട്? ആ പൂജാരി വിളിക്കണ്ടേ? വിളക്ക് കൊളുത്താൻ വിളിക്കണ്ടേ? രാവിലെ ആവുമല്ലോ പൂജാരി എത്താൻ. അവിടെ നിന്ന് നമ്മള് രക്ഷപ്പെട്ടു. ആ ഫുഡ് പോലും കഴിച്ചില്ല. എന്തെങ്കിലും കിട്ടിയെങ്കിൽ. എന്റെ ഉമ്മച്ചി ഇപ്പൊ എന്ത് തീരുന്നതായിരിക്കും. വീട്ടിലിപ്പോ ആ പ്രശ്നമായി കാണും. ഒരു പോലീസിലെല്ലാം കംപ്ലൈന്റ് കൊടുത്താ ടെൻഷൻ. എന്ത് ചെയ്യും? അതൊന്നും കുഴപ്പമില്ല, നീ പേടിക്കാതെ. ഒന്നും പറയൂല. ഉമ്മ നല്ല ഉറക്കം എടുക്കും. രാവിലെ എണീക്കുമ്പോ എല്ലാം ശരിയാകും. ഇതുപോലെ എത്രയായിട്ട് നടക്കണം. നമ്മളെ പോയാൽ വേറെ ആരും എന്തൊരു പറ്റാനുണ്ട്. ഇത് ഞാൻ കഴിച്ചോളാത്. നീ കൂടെ വാ. നിനക്ക് എന്തൊരു വേണോ വരികയും ചെയ്തു. പോയി വരണ്ടായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നു. അതൊക്കെ വിട്ടോളാം. അതൊന്നും കുഴപ്പമില്ല. എന്റെ വാപ്പാടെയും ഉമ്മയുടെയും മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? മരണം വരെ എനിക്കിനി അവരെ കാണാൻ കഴിയില്ല. ഒരു നിമിഷത്തെ അവിവേകത്തിന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ഞാനിപ്പോ എന്ത് ചെയ്യും? തിരിച്ചെന്റെ വീട്ടിൽ കയറാനും പറ്റും. പാർക്കിലൊക്കെ പോയി കറങ്ങി കഴിച്ചിട്ട് പോവാടി. എന്റെ മോളെ കാണുന്നില്ല. ഇവിടെ മോൻ വിളിച്ചോണ്ടിരുന്നത് അതെന്റെ കൂടെ ഇറങ്ങി പോയോ? ഞാനതിന്റെ വാപ്പാടുത്ത് എന്തോ പറയൂ. എനിക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ വയ്യായേ. ഇവിടൊക്കെ ഒരു വട്ടം എന്റെ കൂടെ പോയോ? സമൂഹത്തിൽ ഇങ്ങനെ ഞാൻ ഇറങ്ങി നടക്കും. നീ ഇങ്ങനെ കരയണത്? പാർക്കിൽ നിന്റെ കുഞ്ഞമ്മയെ കൊണ്ടുപോകും. ഹലോ ഗൈസ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 25 വയസ്സുള്ളവൻ 45-കാരിയെ കല്യാണം കഴിക്കുന്നു. 60 വയസ്സുകാരൻ 17-കാരിയെ കല്യാണം കഴിക്കുന്നു. എന്താ ലോകം!
ലോകം അവസാനിക്കാൻ പോകാൻ തോന്നുന്നു. ഈ 25 വയസ്സുകാരൻ 45 വയസ്സുകാരിയെ കല്യാണം കഴിച്ചു. അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയാണ് അവഗണനയും എല്ലാം ഏറ്റുവാങ്ങുന്നത്. 45 കഴിയുമ്പോഴത്തേക്കും ആ സ്ത്രീക്ക് ഒരു അവശതയായി തുടങ്ങുമ്പോൾ ഈ 25 വയസ്സുകാരന് ഒരു 30, 35, കൂടിപ്പോയൊരു 38, 40 വയസ്സൊക്കെ ആവും. അപ്പോഴത്തേക്ക് അവൻ്റെ നല്ല യൗവനപ്രായം. ആ മാതാപിതാക്കളുടെ മുഖത്ത് കരുവാരി തേച്ചിട്ട് നമ്മൾ ഒരു കാലത്ത് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അവർ നമ്മളെ ചേർത്ത് പിടിക്കും. ഒരു വിഷയം വന്നാൽ നമ്മൾ ഓടി അവരോടാണ് ആദ്യം എത്തുക. അവർ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മരണത്തിലേക്ക് തള്ളിവിടാതെ നമ്മൾക്ക് ജീവിക്കാനുള്ള ധൈര്യം തന്ന് നമ്മളെ ജീവിതത്തിലോട്ടൊരു മുൻനിരയിൽ അവർ കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ഒരിക്കലും മക്കളമാരെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്നെ എൻ്റെ മാതാപിതാക്കൾ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അവരുടെ ഇഷ്ടത്തിനാണ് കല്യാണം നടന്നത്. പക്ഷേ എൻ്റെ ഭർത്താവിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി അനുഭവിക്കാനൊന്നുമില്ല. ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും എൻ്റെ മാതാപിതാക്കളും എൻ്റെ ബന്ധുക്കളും എന്നെ അറിയാവുന്ന എല്ലാവരും എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് മരണത്തിൽ നിന്ന് ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു തെറ്റിലേക്ക് എടുത്തു ചാടുമ്പോൾ മുന്നിലോട്ടും പിന്നിലോട്ടുമുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്കിത് ഈ 25 വയസ്സുകാരൻ 45 വയസ്സുകാരിയെ കല്യാണം കഴിച്ച ഒരു ചരിത്രം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വരുന്നുണ്ട്. അവർ തുമ്മിയാലും കുളിച്ചാലും തിന്നാലും തൂറിയാലും എല്ലാം ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഫേമസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഈ 25 വയസ്സുകാരൻ 45 വയസ്സുകാരിയെ കല്യാണം കഴിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവും. ഈ കുറേ നാൾ കഴിയുമ്പോൾ ആ കുട്ടി വളർന്ന് വലുതാവും. ഈ 45 വയസ്സുള്ള അവിടെ ഉമ്മ നല്ല പ്രായം ചെല്ലും. അപ്പോൾ ഈ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴേ കുട്ടികളെല്ലാം ചോദിക്കും, ഇത് ഉമ്മയാണോ, ഈ കൂടെ വന്ന ആരാണ്, ബാപ്പയാണെന്ന് അവർ വിശ്വസിക്കില്ല. അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി വളരുന്നത് ആ കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മണ്ടത്തരങ്ങൾ അബദ്ധങ്ങളൊന്നും ആരും കാണിക്കാൻ പാടില്ല കേട്ടോ. ഒരേ ജാതിയും പ്രായവും മറന്ന് വലിയൊരു ദുരന്തത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും എടുത്തു ചാടരുത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.